തെളിഞ്ഞ ആകാശത്ത് അങ്ങ് മേഘങ്ങൾക്ക് താഴെയുള്ള മരങ്ങൾക്കിടയിൽ വലവിരിച്ച് തന്റെ ഇരയെ പിടിക്കാനായി കാത്തിരിക്കുന്നു സ്പൈഡർമാൻ. ഇതൊന്നും അറിയാതെ പാറി പറന്ന് നടക്കുകയാണ് പാവം പൂമ്പാറ്റ. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ അങ്ങനെ സോറിൽ നിന്നും നോൺ ഗ്രേറ്റ് വില്ലേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫ്രണ്ട്സ്, സൊഹറിൽ നിന്ന് 12 കിലോമീറ്റർ യാത്ര ചെയ്ത് ഞങ്ങൾ ത്രിന വില്ലേജിൽ രാവിലെ 11 മണിക്ക് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നത് ത്രിന വില്ലേജിലെ സ്കൂളാണ്. സ്കൂൾ കോമ്പൗണ്ടൊക്കെ കാണുന്നത് എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ദൂരെയുള്ള ഗ്രാമങ്ങളിലെ കുട്ടികളെ എത്തിക്കാനായി സ്കൂൾ ബസ് കാണാം. പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടെ വൈദ്യുതിക്കായി ഇവർ ഉപയോഗിക്കുന്ന സോളാർ പാനലാണ്. അതിലൂടെ കിട്ടുന്ന കറണ്ടാണ് ഇവർ ആവശ്യത്തിന് ഉപയോഗിക്കുന്നത്. സോളാറിൽ പവർ കിട്ടാതെ ആവുന്ന സമയങ്ങളിൽ ഇലക്ട്രിസിറ്റി ലൈനും ഈ വില്ലേജിൽ ലഭ്യമാണ്. ഞങ്ങൾ ആദ്യം കരുതിയത് ഇത് നോൺഗ്രേറ്റ് വില്ലേജിന്റെ ഭാഗമാണ് എന്നാണ്. എന്നാൽ അല്ല. ഇവിടെ നിന്ന് 3.5 കിലോമീറ്റർ ദൂരെയുള്ള നോൺഗ്രേറ്റ് വില്ലേജിലേക്കുള്ള ട്രക്കിംഗ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് 50 രൂപയും സ്റ്റിക്കിന് 20 രൂപയുമാണ് ഞങ്ങൾ കൊടുത്തത്. ട്രക്കിംഗ് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ സ്റ്റിക്ക് ഇവിടെ കൊടുക്കണം. അങ്ങനെ സ്റ്റിക്ക് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെന്നുള്ളവർക്ക് വാങ്ങിക്കാം. ഞങ്ങൾ 2 സ്റ്റിക്ക് വാങ്ങിച്ചു. കാരണം പോകുന്ന വഴിയിൽ എപ്പോഴാ ഇവന്റെ സപ്പോർട്ട് വേണ്ടി വരിക എന്ന് പറയാൻ കഴിയില്ല. കൂടാതെ ഗൈഡ് വേണ്ടവർക്ക് 1000 രൂപയാണ് അവർ പറയുന്ന ചാർജ്. പക്ഷെ ഒന്ന് ബാർഗെയിൻ ചെയ്താൽ റേറ്റ് കുറയ്ക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു ട്രക്കിങ്ങിന് പോകുമ്പോൾ ഗൈഡ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഗൈഡിനെ ഒഴിവാക്കിയാണ് പോകുന്നത്. സ്റ്റെപ്സ് ഇറങ്ങി താഴത്തേക്ക് നടന്നാൽ പ്രോപ്പർ നെറ്റ്വർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് പോകുന്ന വഴിയിലുള്ള ചെറിയ കടകളിൽ നിന്നും ഫ്രൂട്ട്സോ സ്നാക്സോ കൂൾ ഡ്രിങ്ക്സോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ക്യാഷ് കയ്യിൽ കരുതണം. ഇവിടെയുള്ള കടകളിൽ എന്ത് വാങ്ങുമ്പോഴും വില MRPയുടെ ഇരട്ടിയായിരിക്കും. കാരണം വേറെയൊന്നും കൊണ്ടല്ല, ഇതുപോലുള്ള ട്രക്കിങ്ങിലേക്ക് ഭക്ഷ്യസാധനങ്ങൾ എത്തിക്കാൻ ഇവർ തന്നെ ഇറങ്ങണം. ഇവിടെ ഗതാഗത സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഇവർ അടുത്തുള്ള മാർക്കറ്റിൽ നിന്നും സാധനങ്ങൾ വാങ്ങി ബാംബു കൊട്ടയിലാക്കിയാണ് കടയിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ബാംബു കൊട്ടയിൽ സാധനങ്ങളാക്കി തലയിൽ ഇങ്ങനെ കെട്ടിവെച്ച് കൊണ്ടുപോകുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാണ് ഞങ്ങൾ ആദ്യം കരുതിയത്. പക്ഷെ അങ്ങനെയല്ല. മലയോര പ്രദേശങ്ങളിൽ നടക്കുമ്പോൾ ഭാരമുള്ള വസ്തുക്കൾ എളുപ്പത്തിൽ ചുമക്കാൻ സഹായിക്കുന്ന രീതിയിലാണ് ഈ ബാംബു ബാസ്ക്കറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഭാരം തലയിലും നെറ്റിയിലും ബാലൻസ് ആവുന്നതിനാൽ ശരീരത്തിന് അധിക ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല അത്രേ. ഇതുപോലെയുള്ള ട്രക്കിങ്ങിന് വരുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു ബാഗിൽ 2 ബോട്ടിൽ വെള്ളം, കുറച്ച് ഫ്രൂട്ട്സ്, സ്നാക്സ്, കുറച്ച് പുഴുങ്ങിയ മുട്ട ഇവയെല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത് നല്ലപോലെ ക്യാഷ് സേവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഞങ്ങൾ അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് ബഡ്ജറ്റിൽ നിന്ന് നല്ലൊരു എമൗണ്ട് പോയി കിട്ടി. കാരണം ഒരു ഓറഞ്ചിന് 30 രൂപയാണ്, ഒരു ചെറുപഴം 20 രൂപ, ഒരു പുഴുങ്ങിയ മുട്ട 30, 1 ലിറ്റർ വെള്ളത്തിന് 30-40 അങ്ങനെയൊക്കെയാണ്. കാരണം ഉയരം കൂടുന്നതനുസരിച്ച് ദൂരേക്ക് സാധനങ്ങൾ എത്തിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഓരോ ഭക്ഷ്യവസ്തുക്കളുടെ വിലയും കൂടിക്കൊണ്ടേയിരിക്കും. അതുപോലെ ചില സമയങ്ങളിൽ ഇവിടെ ട്രക്കിംഗ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് വയ്യാതെയായാൽ അവരെ തിരിച്ച് എൻട്രൻസിലേക്ക് മുളയുടെ പല്ലക്കിൽ തൂക്കിക്കൊണ്ടുപോകുന്നതും ഇവിടെ തന്നെയുള്ള ചെറുപ്പക്കാരാണ്. താഴേക്ക് തുള്ളിച്ചാടി ഇറങ്ങുമ്പോഴാണ് രാവിലെ നേരത്തെ ട്രക്കിംഗ് കഴിഞ്ഞ് മേലോട്ട് കയറി വരുന്ന ഒരു ചേട്ടനെ കണ്ടത്. ആള് മലയാളിയാണ്. കൂടെ ആളുടെ സുഹൃത്തുക്കളും ഉണ്ട്. ആളോട് സംസാരിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. രാവിലെ 6 മണിക്ക് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്താലേ നമുക്ക് 8 to 11 ഫൈനൽ ഡെസ്റ്റിനേഷനായ റെയിൻബോ വാട്ടർഫാളിലേക്ക് എത്താനും മഴവിൽ നിറമുള്ള വെള്ളച്ചാട്ടം കാണാനും സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നാളെ ഒരു വരവ് കൂടെ വരേണ്ടി വരും. അങ്ങനെ നടന്ന് തളർന്നു പോകുന്ന മനുഷ്യർക്ക് താങ്ങായി ഒരു സുഹൃത്തായി മരങ്ങൾ വഴിയരികെ കാത്തു നിൽക്കുന്നുണ്ട്. മുന്നോട്ടു പോകുന്ന ഓരോ വളവും കഴിഞ്ഞാൽ കാണുന്നത് നല്ല കിടിലൻ വ്യൂ തന്നെയാണ്. പച്ചക്കാടുകൾക്കിടയിൽ കമ്പി കൊണ്ട് വലപോലെ നിർമ്മിച്ചെടുത്ത ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാം. അതിന് താഴെ കിടിലൻ ഒരു വാട്ടർഫാൾ, അതാണ് ബ്ലൂ ലഗൂൺ വാട്ടർഫാൾസ്, നമ്മുടെ ആദ്യത്തെ സ്പോട്ട്. ഇവിടെ നീലനിറത്തിൽ ഒഴുകുന്ന ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ കാണാം. പെർ പേഴ്സൺ 100 രൂപ കൊടുത്താൽ സേഫ്റ്റി ജാക്കറ്റ് കിട്ടും. അത് ധരിക്കാതെ വെള്ളത്തിലിറങ്ങാൻ സാധിക്കില്ല. ഞങ്ങൾ വെള്ളം കണ്ടപ്പോൾ ചാടി ഇറങ്ങി കളിച്ചു കുളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇനിയും ഒരുപാട് ദൂരം പോകാനുള്ളതിനാൽ തിരിച്ചു വരുമ്പോൾ കുളിച്ചു കളിക്കാമെന്ന് കരുതി. പ്രകൃതിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു നീലരത്നം പോലെ തിളങ്ങുന്ന അതിമനോഹര കാഴ്ചയാണ് ബ്ലൂ ലഗൂൺ വാട്ടർഫാൾസ്. ആകാശത്തിന്റെ നീലനിറം തെളിഞ്ഞ വെള്ളത്തിൽ പ്രതിഫലിക്കുമ്പോൾ സൂര്യപ്രകാശം ആ വെള്ളത്തെ കൂടുതൽ തിളക്കമുള്ളതാക്കി മാറ്റുന്നു. ആകാശത്തിന് സ്വന്തം സൗന്ദര്യം കാണാൻ കഴിയുന്ന ഭൂമിയിലെ ഒരു അത്ഭുത വെള്ളച്ചാട്ടമാണ് ബ്ലൂ ലഗൂൺ വാട്ടർഫാൾസ്. കാടിന്റെ പച്ചപ്പും ആകാശത്തിന്റെ നീലനിറവും കൂടി ചേരുമ്പോൾ ബ്ലൂ ലഗൂൺ വെള്ളച്ചാട്ടം പൂർണ്ണതയിലെത്തുന്നു. ചുറ്റിലും മലനിരകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ശുദ്ധജലമാണ് ബ്ലൂ ലഗൂണിൽ നിറഞ്ഞു നിൽക്കുന്നത്. ആ വെള്ളച്ചാട്ടത്തിനരികെ സ്വിമ്മിംഗ് ജാക്കറ്റ്സ് എല്ലാം ധരിച്ച് വെള്ളത്തിൽ ആസ്വദിച്ചു കളിക്കുന്ന കുറെ പേരെയും കാണാം. ഇവിടെ പാറകൾക്കിടയിൽ വെള്ളച്ചാട്ടത്തിന് തൊട്ടരികിൽ ഒരു കട കാണാം. റേറ്റ് എല്ലാം മുമ്പ് പറഞ്ഞ പോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല. പക്ഷെ വിശപ്പ് കൊണ്ട് തുള്ളിച്ചാടിയാൽ പിന്നെ അവിടെ എന്ത് റേറ്റ് അല്ലേ?
ഇവിടെ ഏകദേശം മേലോട്ടും താഴോട്ടുമായി മൊത്തം 7000 പടികളാണുള്ളത്. ട്രക്കിങ്ങിന് പോയിട്ട് തിരിച്ചു വരാൻ മൊത്തം 10 മണിക്കൂർ എടുക്കുന്നതാണ്. ഈ 10 മണിക്കൂറും കാണാനും ആസ്വദിക്കാനും പറ്റിയ സ്പോട്ടുകളാണ് ഇവയെല്ലാം. നോൺക്രിയേറ്റ് വില്ലേജിലെ സിംഗിൾ ഡെക്കർ റൂട്ട് ബ്രിഡ്ജിൽ എത്തിയിരിക്കും. ഈ റൂട്ട് ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് റബ്ബർ ഫിക് മരങ്ങളുടെ ജീവനുള്ള വേരുകൾ കൂട്ടിയോജിപ്പിച്ചാണ്. റബ്ബർ ഫിക് മരത്തിന്റെ ശാസ്ത്രീയ നാമം ഫിക്കസ് എലാസ്റ്റിക്ക എന്നാണ്. ഇവിടുത്തെ ഗ്രാമവാസികൾ വർഷങ്ങളോളം ഇവിടെ വേരുകൾ നദിയുടെ ഇരുവശത്തും വഴിതിരിച്ചു വളർത്തിയാണ് ശക്തമായ ഈ പാലങ്ങൾ ഉണ്ടാകുന്നത്. ഈ പാലങ്ങൾ പഴക്കം കൂടുന്തോറും വളരെ ദൃഢവും തലമുറകൾ നീണ്ടു നിൽക്കുന്നവയുമാണ്. കനത്ത മഴയിലോ വെള്ളപ്പൊക്കത്തിലോ ഇവയ്ക്ക് യാതൊരു നാശവും സംഭവിക്കില്ല. സിംഗിൾ റൂട്ട് ബ്രിഡ്ജ് കണ്ട ഒരു സന്തോഷത്തിൽ 2 വടികൾ കറക്കി ഞാൻ നേരെ പോയത് ഡബിൾ ഡെക്കർ റൂട്ട് ബ്രിഡ്ജിലേക്കാണ്. അവിടെ ഞങ്ങൾ ടിക്കറ്റിന് കൊടുത്തത് പെർ പേഴ്സൺ 50 രൂപയാണ്. ഗാസിയിലെ ഒരു അപ്പൂപ്പൻ പ്രകൃതിയുമായി സൗഹൃദം സ്ഥാപിച്ചുണ്ടാക്കിയെടുത്ത ഡബിൾ ഡെക്കർ റൂട്ട് ബ്രിഡ്ജിലാണ്. പച്ചപ്പാർന്ന കാടുകൾ, ശുദ്ധമായ നദികൾ, ചെറിയ വെള്ളച്ചാട്ടങ്ങൾ, പക്ഷികളുടെ ശബ്ദം ഇവയെല്ലാം മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷം നൽകുന്നു. മരങ്ങളുടെ വേരുകൾ നദിക്ക് മുകളിലൂടെ വർഷങ്ങളോളം സാവധാനം വളർത്തി മനുഷ്യനും പ്രകൃതിയും ചേർന്ന് ഉണ്ടാക്കിയെടുത്ത 2 നില പാലമാണ് ഡബിൾ ഡെക്കർ റൂട്ട് ബ്രിഡ്ജ്. ഈ വേരുകൾ മരങ്ങളുമായി ബന്ധിപ്പിക്കുന്നതോടെ 100 മുതൽ 150 വർഷത്തിനുള്ളിൽ കൂടുതൽ ശക്തി പ്രാപിക്കുകയും അതിലൂടെ തലമുറകളായി നിലനിൽക്കുകയും ചെയ്യുന്നു. പഴക്കം ചെല്ലുന്തോറും ദൃഢമായി മാറുന്ന ഈ വേരുകൾ ശക്തമായ വെള്ളപ്പൊക്കത്തിന് പോലും തകർക്കാൻ സാധിക്കുകയില്ല. ഈ റൂട്ട് ബ്രിഡ്ജിന് താഴെയുള്ളത് ഫിഷ് പോണ്ടാണ്. അവിടെ ഒരു അക്യൂറിയം പോലെ ധാരാളം മീനുകൾ വെള്ളത്തിൽ തുള്ളിക്കളിക്കുന്നത് കാണാം. ഉച്ചയ്ക്ക് കഴിക്കാൻ നോക്കുമ്പോൾ മാഗിയാണ് ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾ പാർലേജിയുടെ ബിസ്ക്കറ്റ് വാങ്ങിച്ച് കഴിച്ച് പവറായിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് കുട്ടുവിന്റെ വരവ്. പിന്നെ ഞങ്ങളും കുട്ടുവുമായി ബിസ്ക്കറ്റ് തീറ്റ. സൺഡേ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഇവയെല്ലാം ഓപ്പൺ ആയിരിക്കും. ഇൻ കേസ് നിങ്ങൾ സൺഡേ ഇവിടെ അബദ്ധത്തിൽ പോലും വരികയാണെങ്കിൽ 5000 രൂപ പിഴ കൊടുക്കേണ്ടി വരും. ഇത് ഇവിടുത്തെ റൂളാണ്. ഇവിടെയുള്ള വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് മരം, മുള, കല്ല് എന്നിവ കൊണ്ടാണ്. ഇവിടെ വന്നാൽ പരിസ്ഥിതി സൗഹൃദത്തിന്റെ ഒരു കൂട്ടായ്മ നേരിട്ട് കാണാൻ സാധിക്കും. ചുറ്റുമുള്ളവരുമായി ഒത്തൊരുമയോടെ, സ്നേഹത്തോടെ, പരസ്പര സഹകരണത്തോടെ ജീവിക്കുന്ന മനുഷ്യരെ ഇവിടെ കാണാം. അങ്ങനെ അവിടുന്ന് നേരെ തിരിച്ച് ട്രിന വില്ലേജിലേക്ക് ഞങ്ങൾ താമസിക്കുന്ന ഹോം സ്റ്റേയിലേക്ക് എത്തി. ഇതാണ് ആന്റി ബ്രോ. ഇത് ബ്രോയുടെ ഹോം സ്റ്റേ ആണ്. This is my homestay. It's Kinti homestay, but here you can see everything from here inside. Let's go. റൂമിന് 1500 രൂപയാണ് ചാർജ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി ബെഡ്റൂമുകളാണ് ഇവിടെ ഉള്ളത്. This is the balcony from outside. സിറ്റ് ഔട്ട് വ്യൂ ആണെങ്കിൽ കിടിലനാണ്. ചുറ്റിലുമുള്ള മലകളുടെ ഭംഗി ആസ്വദിച്ച് ചായയും കുടിച്ച് സ്നാക്സ് ഒക്കെ കഴിച്ച് അങ്ങനെ ചില്ലായിരിക്കാം. നമുക്ക് വേണ്ട ഫുഡുകൾ പ്രിപ്പയർ ചെയ്തു തരും. അതിന് അഡീഷണൽ ചാർജ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഫ്രീ ആണ്. സൺഡേ എല്ലാം ക്ലോസ് ആയതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് രാവിലെ പുറത്തോട്ടൊന്ന് ഇറങ്ങി അങ്ങ് നടന്നു. റോഡിൽ പ്ലാസ്റ്റിക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് റോഡ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ ടാക്സിയിൽ 16 കിലോമീറ്റർ അകലെയുള്ള മാംലൂ കേവ് കാണാൻ പോയി. പോകുന്ന വഴി എവിടെയും കടകളില്ല. ഈ കാണുന്നത് പഴയൊരു സിമെന്റ് ഫാക്ടറിയാണ്. ഇപ്പൊ കുറെ കാലമായി അടച്ചിട്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ മാംലൂ കേവിന് മുന്നിലെത്തി. ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് പെർ പേഴ്സൺ 3000 രൂപയാണ്. 2 മാസം മേഘാലയ മൊത്തം കവർ ചെയ്യാനുള്ളത് കൊണ്ട് ബഡ്ജറ്റ് ഇഷ്യൂ കാരണം തൽക്കാലം പോകണ്ട എന്ന് തീരുമാനിച്ചു. ഇനിയിപ്പോ എവിടെ പോകുമെന്ന് ആലോചിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തോന്നിയത് എന്നാ പിന്നെ ഇതിലൂടെ ഒന്ന് നടന്ന് കാഴ്ചകൾ കാണാമെന്ന്. അങ്ങനെ നടന്ന് ഞങ്ങൾ മരങ്ങൾ കൊണ്ട് കൈവരി നിർമ്മിച്ച പാലത്തിലെത്തി. തടാകത്തിന്റെ സെൻട്രലായി കല്ലുകൾ നിരത്തി വെച്ചാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. അതിന് താഴെ തടാകത്തിൽ ഇവിടുത്തെ കുട്ടികൾ ബോട്ടിംഗ് ചെയ്ത് കളിക്കുന്നു. ഡ്രൈ സീസൺ ആയതുകൊണ്ട് വെള്ളം കുറഞ്ഞതിനാൽ മൊത്തം ഒരു ഇൻകംപ്ലീറ്റ്നെസ് ആണ് തോന്നുന്നത്. മൺസൂൺ ടൈമിലാണെങ്കിൽ ഈ സ്പോട്ട് വേറെ ലെവലായിരിക്കും. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് ട്രിന വില്ലേജിലേക്ക് എത്തി. ഇത് ഇവിടുത്തെ മലയുടെ മുകളിലുള്ള ഒരു ചർച്ചാണ്. ഇവിടെ ക്രിസ്മസിനെ വെൽക്കം ചെയ്യാനായി കളർഫുൾ ലൈറ്റുകൾ കൊണ്ടും ക്രിസ്മസ് ട്രീകൾ കൊണ്ടും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സൺഡേ നോൺക്രിയേറ്റ് വില്ലേജ് ക്ലോസ്ഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ബാക്കി വെച്ച 2 സ്പോട്ടുകൾ നാളെ രാവിലെ അപ്പ് ആൻഡ് ഡൗൺ 7000 സ്റ്റെപ്പുകൾ ഇറങ്ങി കയറി പോകണം. ആ പ്രധാന സ്പോട്ടുകളാണ് എല്ലഗൂൺ വാട്ടർഫാൾസും റെയിൻബോ വാട്ടർഫാൾസും. സന്ധ്യ സൂര്യൻ മായാൻ പോകുന്ന സമയത്ത് ആകാശം വിവിധ വർണ്ണങ്ങളാൽ തിളങ്ങുകയാണ്. ആ സമയത്ത് ഇവിടെ നിൽക്കുമ്പോൾ ദേവാലയം കൂടുതൽ ശാന്തവും സുന്ദരവുമായി കാണപ്പെടുന്നു. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞ പോലെ